മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ തീ പടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗാസ അനുകൂലികള് വലിയ രീതിയിൽ സന്തോഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാസക്ക് പ്രശ്നമുണ്ടായത് കൊണ്ട് ബദലായിട്ടാണ് അമേരിക്കയിൽ കത്തുന്നത് എന്നൊക്കെയാണ് ഈ ആളുകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ്. സഹദുദ്ദീൻ എന്നാണ് പേര്. വക്കീലൊക്കെയാണെന്ന് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചൊക്കെ ഒരു വക്കീലൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് മതം നോക്കിയിട്ട് ഒരു ഭാഗത്ത് മനുഷ്യത്വം മറ്റൊരു ഭാഗത്ത് തീ പടരുന്നതിൽ സന്തോഷവും ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എത്രത്തോളം പച്ച വർഗീയവാദിയാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ഇതുവരെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന വീടുകൾ തകർന്നു വീണ് തീ കൊണ്ട് ഞെരിഞ്ഞമർന്നപ്പോൾ അതിനുവേണ്ടി എല്ലാ ഫണ്ടും വെള്ളവും കൊടുത്ത ഒരു രാജ്യത്തിന് ഈ ഒരു ഗതി വരും എന്ന് ആരും ചിന്തിച്ചില്ല. നേരത്തെ തന്നെ ഇങ്ങനെ ഒരു സംഗതികൾ വരാതിരിക്കാൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അവർ പ്ലാനിങ് തുടങ്ങി. അതിനുവേണ്ടിയുള്ള ഫണ്ട് ചെലവാക്കി, അതിനുവേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. ഓരോ പൗരനും വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഗൈഡ് ലൈനുകൾ കൊടുത്തു. എന്നിട്ടും എല്ലാ നിയന്ത്രണങ്ങളുണ്ടായിട്ടും പ്രതിരോധങ്ങളുണ്ടായിട്ടും അമേരിക്ക കത്തുകയാണ്. ചിന്തിക്കുന്നവർക്ക് ഇപ്പോഴും ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഗാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ തീ പടർന്നതിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? അതും ഗാസയിലേതിന്റെ മറുപടിയാണ് അമേരിക്കയിൽ കിട്ടുന്നത് എന്നൊക്കെ മനുഷ്യത്വമുള്ള ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ മനുഷ്യത്വം ഉയർത്തുന്ന സകലരും ഒരേ സ്വരത്തിൽ പറയുന്ന അമേരിക്കയിലെ ഈ ഒരു തീ പടരുന്ന വാർത്ത കേൾക്കുമ്പോൾ ദൈവമേ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ തീരണേ എന്നല്ലേ പ്രാർത്ഥിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തിനോട് കൂട്ടിച്ചേർത്തിട്ട് ആ വിഷയത്തിലെ ആനന്ദമായിട്ട് മുന്നോട്ട് വെക്കൂ. നിങ്ങളൊക്കെ തന്നെ ചിന്തിക്കൂ. ഇത്തരം ആളുകളല്ലേ നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തി ഇത് ഒരു വീഡിയോ ഇറക്കുന്നതോട് കൂടിയിട്ട് ഇതിനൊക്കെ വരുന്ന കമന്റുകൾ, ഞാൻ ഉദാഹരണത്തിന് ഒരു 1-2 കമന്റുകൾ മുന്നോട്ട് വെക്കാം. ഞാനത് വായിച്ചു കേൾപ്പിക്കാം. തീർച്ചയായും ഇസ്രായേലിന് ഇതൊരു മുന്നറിയിപ്പ്. മറ്റൊരു കമന്റാണ്, ഇസ്രായേലിന് ഇതിലും വലുത് വരാനുണ്ട്. മറ്റൊരു കമന്റാണ്, ഗാസയിലെ പാവപ്പെട്ടവർ അനുഭവിക്കുന്ന ദുരിതം ധിക്കാരികൾ മനസ്സിലാക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇവരൊക്കെ തന്നെ ഗാസയിലെ മനുഷ്യത്താ പറയുന്നത്. ഇത് മതം നോക്കി തന്നെയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ഏതെങ്കിലും ഒരാൾക്ക് ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുരിതം അനുഭവിക്കുന്നതിന് സന്തോഷിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതിന്റെ മറുപടിയാണ് മനസ്സിലാക്കട്ടെ എന്നൊക്കെ ആരെങ്കിലും പറയോ? ഇനി ഇസ്രായേലിന് മറുപടി കിട്ടുന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത്. ഇത്തരം ഗാസ അനുകൂല ഈ പറയുന്ന ലോസ് ആഞ്ചലസിലെ തീ പടരുന്നതിൽ സന്തോഷവും ആനന്ദവും കണ്ടെത്തുന്ന സകലരോടും പറയാനുള്ളത്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസില് തീ പടരുന്നത് ഒരു പ്രകൃതി ദുരന്തമാണ്. ഗാസയിൽ ഹമാസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കയ്യിലിരിപ്പോണ്ട, നല്ല ഒന്നാം തരം കയ്യിലിരിപ്പ് കൊണ്ട് ഇസ്രായേലിന്റെ വക കൊടുത്തോണ്ടിരിക്കുക. ഇത് രണ്ടും രണ്ടാ. നമ്മള് ഇവരൊക്കെ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ തുർക്കിയില് 1.5 ലക്ഷത്തിലേറെ ആളുകളാ ഭൂചലനം ഉണ്ടായിട്ട്, ഭൂകമ്പം ഉണ്ടായിട്ട് മരണപ്പെട്ടിട്ടുള്ളത്. അതിലേറെ ആളുകളെ കാണാതെ ഇരുന്നിട്ടുണ്ട്. അപ്പൊ തുർക്കിയിൽ എന്തുകൊണ്ടാ സംഭവിച്ചത്? ഇവരുത്തരം പറയണ്ടേ? ഇവര് വലിയ രീതിയിൽ ഗാസക്ക് മറുപടിയാന്ന് പറയുന്നുണ്ട്. തുർക്കിയിൽ എന്താ സംഭവിച്ചത്? സൗദി അറേബ്യയില് വെള്ളപ്പൊക്ക, അവിടെ എന്താ സംഭവിച്ചത്? UAE നമ്മൾ കണ്ടിട്ടില്ലേ വെള്ളം കയറുന്നതൊക്കെ? എന്തിനേറെ പറയുന്നു നമ്മുടെ വയനാട്ടിൽ മുണ്ടക്കെ ദുരന്തം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമേരിക്കയിൽ 10 ആളുകളാണ് മരണപ്പെട്ടത് എങ്കിൽ നമ്മുടെ വയനാട്ടിൽ എന്താ സംഭവം? അപ്പോ ഈ പ്രകൃതി ദുരന്തം എന്താ? ഇതിനൊക്കെ ഇവർക്ക് എന്തെങ്കിലും ഉത്തരം പറയാണ്ടോ? ഇവരൊക്കെ ഗാസയിലെ വിഷയം മതം നോക്കി തന്നെയാ. ഇവര് സുറിയൽ പ്രശ്നമല്ലേ 2010 മുതൽ ഈ സമയം വരെ സുറിയൽ പ്രശ്ന തല്ലായി കൊണ്ട് അതിൽ ഒരു മനുഷ്യത്വമില്ല. അവിടെ സ്ത്രീകളില്ല, കുട്ടികളില്ല, ഗർഭിണികളില്ല, കുഞ്ഞുങ്ങൾ ആരുമില്ല. സിറിയയെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടല്ലോ. കാരണം എന്താ? അത് ഒരേ മതത്തിൽ തന്നെ തല്ലിക്കൊണ്ട് കാണല്ലോ. ആ വിഷയം വരും ഒരിക്കലും മുന്നോട്ട് വെക്കൂല. അതേസമയം ഗാസക്ക് പ്രശ്നമാണെന്നും തീ പടരുന്നത് അമേരിക്കയിൽ തീ പടരുന്നത് ഇതിന് ബദലാന്ന്. നാണമില്ലേ? ഇമ്മാതിരി പച്ചവർഗീയത നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറയാൻ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ പലസ്തീൻ അനുകൂല, ഗാസ അനുകൂല നിലപാടെടുക്കുന്ന സകലരും തിരിച്ചറിയണം. ഹമാസ് എന്ന ഭീകര സംഘടന അവിടെ നിന്ന് നശിച്ച് ഇല്ലാതായാൽ മാത്രമേ പലസ്തീനിൽ
സമാധാനം ഉണ്ടാവും? ഈ ഗാസക്ക് മാത്രം മനുഷ്യത്വം പറയുന്നവർ എത്ര നെറികെട്ടവന്മാരാ! ഇസ്രായേലിൽ സ്ത്രീകളും കുട്ടികളും ഒന്നുമില്ലേ? ഇസ്രായേലിൽ കൊല്ലപ്പെട്ട് ആരുടെയും ഒരു മനുഷ്യത്വം എന്താ ഇവർ ആരും പറയാത്തത്? യഥാർത്ഥത്തിൽ മനുഷ്യത്വം പറയുന്ന ആളുകൾ പലസ്തീനിലെയും ഇസ്രായേലിലെയും സാധാരണക്കാർക്ക് ഒന്നും സംഭവിക്കരുത് എന്നാ പറയേണ്ടത്. ഒരിക്കലും ഒരു ഭാഗത്തെ മാത്രം പറയരുത്, അത് മതം നോക്കി മാത്രം പറയാം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ കൃത്യമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചിട്ടില്ലേ, ഞങ്ങൾ ഗാസൻ ജനതയ്ക്കെതിരെയല്ല, ഞങ്ങൾ ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്കാണ് എതിരെന്ന്. ഇത് ലോകത്ത് സുബോധമുള്ള എല്ലാ ആളുകളും അതാ പറയുന്നത്. ഗാസയിലെയും ഇസ്രായേലിലെയും സകല സാധാരണക്കാരും സമാധാനത്തിൽ മുന്നോട്ട് പോകണം. അതിന് ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവേണ്ടത്. ഈ വ്യക്തിയൊന്നും ഇന്നേ വരെയായിട്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ ഒരക്ഷരം മിണ്ടിയോ? ഞാൻ ആ സോഷ്യൽ മീഡിയ മുഴുവൻ നോക്കി. ഇസ്രായേലിലെ പൗരന്മാരെ ബന്ദികളാക്കിയിട്ട്, നിങ്ങൾ ആലോചിക്കണം, ബന്ദികളാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞു. ആ ഇസ്രായേലി പൗരന്മാരെ ഹമാസ് വിട്ടുകൊടുക്കണം. ആ ഇസ്രായേലി പൗരന്മാർക്ക് മനുഷ്യത്വത്തിന് അർഹതയുണ്ട് എന്ന് ഇവർ ആരെങ്കിലും പറയുന്നു? ഇവർക്ക് പച്ച വർഗീയതയാ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് നിരന്തരം തൂപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരു തർക്കം വേണ്ട. ഇതേ വ്യക്തിയുടെ സോഷ്യൽ മീഡിയയില് ഞാൻ ഒരുപാട് നോക്കി. നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ വിഷയം എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കാൻ. ഞാൻ ഏതായാലും ആ ഒരു ഇൻസ്റ്റാ പേജിൽ, ഇൻസ്റ്റാ പ്രൊഫൈലിൽ ഒന്നും കണ്ടില്ല. ഈ പറയുന്ന തൊട്ടടുത്ത രാജ്യത്ത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങള്, ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് ഒരു മനുഷ്യത്വം പറഞ്ഞില്ല. അപ്പൊ ഇവരൊക്കെ മനുഷ്യത്വം എന്ന് പറയുന്നത് മതം നോക്കി മാത്രല്ലേ? യാതൊരു ഉളുപ്പുമില്ലാത്ത ഏർപ്പാടല്ലേ അമേരിക്കയിൽ തീ പടർന്ന പ്രകൃതി ദുരന്തവും അത് ഗാസയുമായിട്ട് കൂട്ടി കെട്ടിവെച്ചിട്ട് ഒരു വിജയം കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്? ഗാസയിലെ ഹമാസ് ഒരിക്കലും വിജയിക്കില്ല. ലോകത്ത് നീതിക്ക് മാത്രമേ അന്തിമ വിജയം ഉണ്ടാവൂ. അത് ഹമാസ് തകരുകയും ഇസ്രായേൽ വിജയിക്കുകയുമാണ് എന്ന ബോധമുള്ള ലോകത്തെ എല്ലാ ആളുകളും തിരിച്ചറിയുന്നത്. ഇത് ഒരു ഭീകര സംഘടനയാണ് തകരേണ്ടത് എന്ന് ഇവർ ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ഗാസയിൽ ഇരവാദ നിങ്ങളൊക്കെ തന്നെ തിരിച്ചറിയണം. ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത്, ഇത്തരം ഈ സകല ആളുകൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ അവിടെയുള്ള ഭീകര സംഘടനകൾ ഇല്ലാതായേ പറ്റൂ. ഇത്തരത്തില് ഉള്ള ആളുകള് പൊതുസമൂഹത്തെ എന്തിനാ ഭിന്നിപ്പിക്കുന്നത്? സാധാരണ മുസ്ലിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഗാസയിലെ മാത്രം മനുഷ്യത്വം പറയരുത്. അത് പച്ച വർഗീയതയാ. 2 ഭാഗത്തെയും മനുഷ്യത്വം പറയണം. അതേപോലെ തന്നെ ഹമാസ് എന്ന ഭീകര സംഘടന ഇല്ലാതാവണമെന്നും ഉറക്കെ തന്നെ വിളിച്ചു പറയണം. അതാണ് മതേതരത്വം, അതാണ് പൊതുസമൂഹം ഒരേപോലെ മുന്നോട്ട് പോവുക എന്നുള്ളതൊക്കെ സകല ആളുകൾ തിരിച്ചറിയണം. ഇത്തരം ആളുകൾ രംഗത്ത് വരും, എന്നിട്ട് ഇരവാദം പറയൂ. മനുഷ്യത്വം പറയുമ്പോയെങ്കിലും കുറച്ച് ഉളുപ്പ് കാട്ടിക്കൂടെ? അമേരിക്കയിലും ആ തീ പടരുന്നതുമായി ബന്ധപ്പെട്ടു മനുഷ്യർ തന്നെയല്ലേ? ലേശമൊക്കെ ഉളുപ്പൊക്കെ ആവാം.